റെസ്ട്രിക്ഷൻ എൻസൈമിൽ ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് വരുന്ന ഒരു കാറ്റഗറിയാണ്. സോ റെസ്ട്രിക്ഷൻ എൻസൈംസ് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് എൻസൈംസ് കോൾഡ് ന്യൂക്ലിയേസസ്. ന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ കാറ്റഗറിയിലാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് വരുന്നത്. സോ ന്യൂക്ലിയേസസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ന്യൂക്ലിയേസസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 types, എൻഡോന്യൂക്ലിയേസസ് ആൻഡ് എക്സോന്യൂക്ലിയേസസ്. സോ ന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ കാറ്റഗറിയിലാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് വരുന്നത്. ന്യൂക്ലിയേസസിൻ്റെ രണ്ട് ടൈപ്പാണ്, ഒന്ന് എക്സോന്യൂക്ലിയേസസ്, രണ്ട് എൻഡോന്യൂക്ലിയേസസ്. എക്സോന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ്സ് ഓഫ് ദ DNA. DNA-യുടെ എൻഡുകളിൽ നിന്ന് ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യുന്നതാണ് എക്സോന്യൂക്ലിയേസസ്. സോ എക്സോന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്നാൽ DNA-യുടെ എൻഡുകളിൽ നിന്ന്, രണ്ട് എൻഡുകളിൽ നിന്ന് ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ആ ന്യൂക്ലിയോടൈഡുകളെ കട്ട് ചെയ്യുക എന്നാണ് എക്സോന്യൂക്ലിയേസ് എന്ന റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ഫംഗ്ഷൻ. അതേസമയം എൻഡോന്യൂക്ലിയസ്, എൻഡോ മീൻസ് ഇൻസൈഡ് എന്നാണ് അർത്ഥം. സോ എൻഡോന്യൂക്ലിയസ് പറഞ്ഞാൽ മേക്ക് കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻ വിത്തിൻ ദ DNA. DNA-യുടെ ഉള്ളിൽ ഉള്ള സീക്വൻസുകൾ സ്പെസിഫിക് ലൊക്കേഷൻസിൽ കട്ട് ചെയ്യുന്നതാണ് എൻഡോന്യൂക്ലിയേസസ്. സോ നമ്മൾ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ദ DNA-യുടെ ഉള്ളിൽ സ്പെസിഫിക് പൊസിഷനുകളിൽ, ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള പൊസിഷനിൽ ആ ന്യൂക്ലിയോടൈഡുകളെ കട്ട് ചെയ്യുന്നതാണ് എൻഡോന്യൂക്ലിയേസസ്. സോ ന്യൂക്ലിയേസസ് എക്സോന്യൂക്ലിയേസസ് ആൻഡ് എൻഡോന്യൂക്ലിയേസസ്. എക്സോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞാൽ എൻഡ്സ് ഓഫ് ദ DNA-ന്ന് ന്യൂക്ലിയോടൈഡുകളെ കട്ട് ചെയ്തെടുക്കുന്നത്. എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ DNA സ്പെസിഫിക് ലൊക്കേഷനിൽ അല്ലെങ്കിൽ പൊസിഷനിൽ ഈ ന്യൂക്ലിയോടൈഡുകളെ കട്ട് ചെയ്യുമ്പോൾ അത് എൻഡോന്യൂക്ലിയസ് എന്നും പറയുന്നു. ഇനി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിത്തിൻ ദ DNA സ്പെസിഫിക് പൊസിഷനിലാണ് ഈ ന്യൂക്ലിയോടൈഡുകളെ കട്ട് ചെയ്യുന്നത്. സോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകൾ എന്താണ് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്താ ചെയ്യുക? ദേ ഇൻസ്പെക്ട് ദ ലെങ്ത് ഓഫ് ദ DNA സീക്വൻസ്. നമ്മൾ പറയുന്ന നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, ടാർഗറ്റ് ചെയ്യുന്ന ആ DNA-യുടെ സീക്വൻസിനെ ഇൻസ്പെക്ട് ചെയ്യുന്നു, എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന്. സോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇൻസ്പെക്ട് ദ ലെങ്ത് ഓഫ് DNA സീക്വൻസ്. ആ DNA സീക്വൻസിൻ്റെ ലെങ്ത്തിലൂടെ സഞ്ചരിച്ച് ഫൈൻഡ് ഇറ്റ് സ്പെസിഫിക് റെക്കഗ്നേഷൻ സീക്വൻസ്, ഒരു ലോങ് ആയിട്ടുള്ള ആ ലെങ്തി DNA സീക്വൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റെക്കഗ്നൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഇൻസ്പെക്ട് ചെയ്ത് അതിൽ ആ DNA സീക്വൻസിൽ സ്പെസിഫിക് റെക്കഗ്നേഷൻ സീക്വൻസുകൾ, നമ്മൾ പറഞ്ഞിരുന്നു ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും സ്പെസിഫിക് ആയിട്ടുള്ള ഇത്ര ബേസ് പേര് 684 അങ്ങനെയൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള റെക്കഗ്നേഷൻ സീക്വൻസുകൾ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസിനും ഉണ്ട്. സോ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ DNA-യുടെ സീക്വൻസിൻ്റെ ലെങ്ത്തിലൂടെ സഞ്ചരിച്ച് ആ ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള റെക്കഗ്നേഷൻ സീക്വൻസ്, ഓരോ റെസ്ട്രിക്ഷൻ എൻസൈം സ്പെസിഫിക് ആയിട്ടുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെക്കഗ്നേഷൻ സീക്വൻസുകളെ ഫൈൻഡ് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. ആൻഡ് അതിനുശേഷം ബൈൻഡ് ടു ദ DNA-യുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. സോ ആ എൻറ്റയർ ലെങ്ത് ഓഫ് ദ DNA സീക്വൻസിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ സ്പെസിഫിക് റെക്കഗ്നേഷൻ സീക്വൻസിൽ ചെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ DNA-യുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ബൈൻഡ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് കട്ട് ഈച്ച് ഓഫ് ദ 2 strands ഓഫ് ദ ഡബിൾ ഹെലിക്സ് അറ്റ് സ്പെസിഫിക് പോയിന്റ്. സോ നമ്മുടെ DNA എന്ന് പറഞ്ഞ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ്. ആ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറായ DNA-യുടെ 2 strandsലും ഇതേ സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ കട്ട് ഈച്ച് ഓഫ് ദ ഡബിൾ സ്ട്രാൻഡ്സ് ഓഫ് ദ ഡബിൾ ഹെലിക്സ്. ഈ DNA-യുടെ ആ ഡബിൾ സ്ട്രാൻഡഡ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള റെക്കഗ്നേഷൻ സീക്വൻസിൽ പോയി ഐഡൻറ്റിഫൈ ചെയ്ത് 2 സ്ട്രാൻഡിലും അത് ആ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡുകളെ കട്ട് ചെയ്യുന്നു. ആൻഡ് എവിടെയാണ് കട്ട് ചെയ്യുന്നത്? ആൻഡ് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ, നമ്മുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ ആ സ്ട്രെങ്ത് കൊടുക്കുന്ന അതിൻ്റെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിൽ വന്ന് കട്ട് ചെയ്യുന്നു. ആൻഡ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് റെക്കഗ്നൈസസ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്പെസിഫിക് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ്. DNA-യിലെ പാലിൻഡ്രോമിക് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെയാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ? സോ പാലിൻഡ്രോമിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു വേർഡ് എഴുതുകയാണ്, മലയാളം.
നമ്മൾ ഈ വേർഡ് എഴുതി മലയാളം. ഈ മലയാളം എന്ന് പറഞ്ഞ വേർഡ് എഴുതുമ്പോൾ ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റീഡ് ചെയ്താലും ഫോർവേഡ് റീഡ് ചെയ്താലും ബാക്ക്വേഡ് റീഡ് ചെയ്താലും അത് ഒരേപോലെയാണ് വായിക്കുന്നത്. അങ്ങനെയുള്ള തന്നെയാണ് നമ്മൾ പാലിൻഡ്രോംസ് പറയാം. സോ MALAYALAM, അത് തിരിച്ച് ഇങ്ങോട്ട് വായിക്കുകയാണെങ്കിലും MALAYALAM. സോ ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് സെയിം ആയിട്ട് റീഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോം. സോ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തെ പാലിൻഡ്രോമിക് ആയിട്ടുള്ള സീക്വൻസുകൾ DNA-യിലുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെയാണ് പോയിട്ട് കട്ട് ചെയ്യുന്നത്. സോ നോക്കൂ, പാലിൻഡ്രോംസ് ഇൻ DNA-യിൽ പാലിൻഡ്രോംസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീക്വൻസ് ഓഫ് ബേസ് പെയേഴ്സ് ദാറ്റ്, സോ പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് അതെന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ബേസ് പെയർ ആണ് ദാറ്റ് റീഡ് സെയിം ഓൺ ദ 2 strands. ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ 2 സ്ട്രാൻഡിലും ഒരേപോലെ റീഡ് ചെയ്യുകയാണെങ്കിൽ വെൻ ഓറിയൻറ്റേഷൻ ഓഫ് റീഡിങ് ഈസ് കെപ്റ്റ് അറ്റ് ദ സെയിം, ഒരേ രീതിയിൽ ഓറിയൻറ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അതിനെ 2 സ്ട്രാൻഡിലും ഒരേപോലെ വായിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോംസ് ഇൻ DNA. നോക്കൂ, 5' to 3', നമ്മൾ മോളിക്കുലർ ബയോളജിയിൽ പഠിച്ചതാണ് DNA-യുടെ സ്ട്രക്ചറിൽ. സോ 5' to 3', 3' to 5'. സോ 5' to 3' റീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ, GAATTC. അതേ സാധനം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റി പാരലൽ ആയിട്ടുള്ളത് നോക്കിയാൽ 3' to 5' അല്ല റീഡ് ചെയ്യുന്നത്, സെയിം ഓറിയൻറ്റേഷനിൽ റീഡ് ചെയ്യണമെങ്കിൽ. സോ 5' to 3' GAATTC. അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിനെ നമ്മൾ വീണ്ടും 5' to 3' റീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വായിക്കണേ, GAATTC. നോർമൽ ആണെങ്കിൽ എങ്ങനെയാണ്, 5' to 3', 3' എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് CTTAAG എന്നാണ്. എന്നാൽ പാലിൻഡ്രോം വായിക്കുന്നത് എങ്ങനെയാണ്, പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരേ ഡയറക്ഷൻ 5' to 3' നമ്മൾ വായിക്കുന്നത് GAATTC. അതിൻ്റെ ആൻറ്റി പാരലൽ സ്ട്രാൻഡ് നമ്മൾ 5' to 3' റീഡ് ചെയ്യണത് എങ്ങനെ തന്നെയാണ്, GAATTC. സോ പാലിൻഡ്രോം സീക്വൻസ് ഇൻ DNA എന്ന് പറഞ്ഞാൽ സീക്വൻസസ് ഓഫ് ബേസ് പെയർ, എങ്ങനത്തെ സീക്വൻസുകളും ബേസ് പെയർ ദാറ്റ് റീഡ് സെയിം ഓൺ ദ 2 strands, 2 സ്ട്രാൻഡിലും ഒരേപോലെ റീഡ് ചെയ്യാണ് വെൻ ഓറിയൻറ്റേഷൻ ഓഫ് റീഡിങ് ഈസ് കെപ്റ്റ് ദ സെയിം. ഓറിയൻറ്റേഷൻ മീൻസ് 5' to 3', ഇവിടെയും 5' to 3', 2 സ്ട്രാൻഡിലും ഓറിയൻറ്റേഷൻ ഒരുപോലെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഒരേപോലെ റീഡ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസുകൾ എന്ന് പറയുന്നത്. സോ DNA-യുടെ പാലിൻഡ്രോമിക് സീക്വൻസുകളിലാണ് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളിലാണ് DNA-യുടെ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വന്നിട്ട് റെക്കഗ്നൈസ് ചെയ്യണത്. സോ ന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലെ എക്സോന്യൂക്ലിയസ് എൻഡ്സ് ഓഫ് ദ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളെ കട്ട് ചെയ്യുന്നു. എൻഡോന്യൂക്ലിയസ് വിത്തിൻ ദ DNA സ്പെസിഫിക് പൊസിഷനിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കട്ട് ചെയ്യുന്നു. സോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് ഓരോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും എന്ത് ചെയ്യുന്നു, ആ ലെങ്ത് ഓഫ് ദ DNA സീക്വൻസിലൂടെ ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ സ്പെസിഫിക് റെക്കഗ്നേഷൻ സീക്വൻസ് അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടുത്തെ DNA-യുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് കട്ട് ഈച്ച് ഓഫ് ദ 2 strands, 2 സ്ട്രാൻഡിലെയും എന്ത് ചെയ്യുന്നു, ഡബിൾ ഹെലിക്സ് അറ്റ് സ്പെസിഫിക് പോയിന്റിൽ, നമ്മൾ പറഞ്ഞ സ്പെസിഫിക് റെക്കഗ്നേഷൻ സീക്വൻസുകളിൽ പോയി കട്ട് ചെയ്യുന്നു. അതിൻ്റെ ആ സ്പെസിഫിക് റെക്കഗ്നേഷൻ ബേസ് സീക്വൻസിൻ്റെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണുകളെ കട്ട് ചെയ്ത് മാറ്റുന്നു. സോ ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെ ഈ GAATTC, ഇവിടെയാണെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ GAATTC. 2 സ്ട്രാൻഡിലും സെയിം ആയിട്ട് വരുന്ന സ്പെസിഫിക് ആയിട്ട് വരുന്ന റെക്കഗ്നേഷൻ സീക്വൻസുകളെ കട്ട് ചെയ്യുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്.